ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഒരു തിരിച്ചടി കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഭാരതം വൈകുന്നത് എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാന് തക്കതായ ഒരു തിരിച്ചടി കൊടുക്കണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കവുമില്ല, സംശയവുമില്ല. ഈ കാര്യത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. വേണ്ടി വന്നാൽ ഭാരതത്തിന് വേണ്ടി ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ നമ്മുടെ പൗരന്മാർ തയ്യാറാണ്. പക്ഷേ അപ്പോഴും നമുക്ക് തീരാത്ത ചില സംശയങ്ങളുണ്ട്. കാരണം ഭാരതത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അത്രയും പഴുതടച്ച തരത്തിലുള്ള സുരക്ഷയാണ്. സിയാച്ചിൻ മലനിരകളിൽ നമ്മുടെ പട്ടാളക്കാർ നട്ടപ്പാതിര നേരത്ത് ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ ഭാരതീയരും സുഖമായി ഉറങ്ങുന്നത് എന്നൊരു വിശ്വാസവും കാഴ്ചപ്പാടും നമുക്കുണ്ട്. ആ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ തെറ്റിപ്പോകുന്നത്. ഇത്രയും വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് ഈ തീവ്രവാദികൾ എപ്രകാരമാണ് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയത് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആണ്. പക്ഷേ സുരക്ഷാ മാനദണ്ഡങ്ങളിലൊന്നും വലിയ കാര്യമില്ല എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര വലിയ സുരക്ഷ ഉണ്ടായിരുന്നിട്ടും പണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ശേഷം രാജീവ് ഗാന്ധി എന്നിവർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? പാക് പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ഭൂട്ടോ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? ഇവർക്കെല്ലാം മതിയായ സുരക്ഷ ഇല്ലാതിരുന്നിട്ടാണോ ഇവരെല്ലാം കൊല്ലപ്പെട്ടത്? അതുകൊണ്ട് എത്ര വലിയ സുരക്ഷയാണെങ്കിലും അതിലൊന്നും വലിയ കാര്യമില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച്, ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ഇടയാക്കിയ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നമ്മുടെ അധികാരികൾ മറുപടി പറഞ്ഞേ മതിയാവും. പക്ഷേ അത്തരം ഒരു പോസ്റ്റ്മോർട്ടത്തിന് മുതിരേണ്ട ഒരു സമയമല്ല ഇത്. ഇവിടെ നമ്മുടെ ശത്രുവിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്.